ഹലോ എവ്രി വൺ, വെൽക്കം ടു അവർ ചാനൽ സ്പൈസി ആൻഡ് പേസ്ട്രി. ചക്കയൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്ന സീസണാണല്ലേ. അപ്പോൾ നമുക്ക് ചക്ക കൊണ്ടൊരു ഫ്രോസൺ ഡെസേർട്ട് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ 30 ചക്കച്ചോളം എടുത്തിട്ടുണ്ട്. അത് കുരുവൊക്കെ കളഞ്ഞ് ഇതുപോലെ പീസാക്കി വെള്ളം ഒന്നും ഒഴിക്കാണ്ട് ഗ്രൈൻഡ് ചെയ്ത് ഇതുപോലെ പൾപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് തിളച്ച് വരട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ചക്കയുടെ പൾപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഇവിടെ നമ്മുടെ മധുരത്തിന് ആവശ്യമുള്ള കണ്ടൻസ്ഡ് മിൽക്ക് നോക്കി ചേർത്ത് കൊടുത്താൽ മതിയാവും. കാരണം ചക്കയുടെ മധുരത്തിൻ്റെ അനുസരിച്ച് നമുക്ക് ഈ അളവൊക്കെ മാറ്റി കൊടുക്കേണ്ടി വരുവേ. ഇനി ഞാൻ വിപ്പിംഗ് ക്രീമാണ് എടുത്തേക്കുന്നത്. ഈ വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുത്തേക്കുന്നത് 500 ഗ്രാമാണ്. അപ്പോൾ അത് മൊത്തം ഞാൻ എടുക്കുന്നുണ്ട്. അത് ക്രീം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റിഫ് പീക്സ് ആവണമെന്നില്ല, കേക്കിൻ്റെ പോലത്തെ ആവണമെന്നില്ല, സോഫ്റ്റ് പീക്സ് ആയാൽ മതിയാവും. ഇനി ആ ചക്കയുടെ പൾപ്പൊക്കെ തണുത്ത് കഴിഞ്ഞപ്പോൾ ഒന്നുകൂടെ തിക്കായിപ്പോയി. അത് കാരണം ഞാൻ കുറച്ചുകൂടെ തിളപ്പിച്ച പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടത് വിപ്പിംഗ് ക്രീമിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഒന്നും കൂടെ മധുരമൊക്കെ ചെക്ക് ചെയ്തിട്ട് ആവശ്യത്തിന് മിൽക്ക് മെയ്ഡ് പിന്നെയും ചേർത്ത് കൊടുക്കാം. ഇനി ഒന്നുമില്ല, നമുക്കത് ഫ്രീസറിലേക്ക് കയറ്റണം. അതിന് മുമ്പ് ഇതുപോലത്തെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നർ എടുക്കുക. അതിനകത്തേക്ക് ഒഴിച്ച് വെച്ചിട്ട് ഒരു ക്ലിംഗ് റാപ്പ് വെച്ച് മുകളിൽ മൂടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മൂടി വെച്ചിട്ട് ഓവർനൈറ്റ് ഫ്രീസറിലേക്ക് കയറ്റി വെക്കുന്നുണ്ട്. ഞാൻ പിറ്റേ ദിവസമാണ് ഇത് എടുക്കുന്നത്. ഇനി നമുക്കത് സെർവ് ചെയ്യാം. ഫ്രോസണായിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഉടനെ തന്നെ കഴിക്കാം. അല്ലെങ്കിൽ കുറച്ച് നേരം ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം കഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ സോഫ്റ്റായി കിട്ടും. ഇനി ഇവിടെ ഞാൻ വൈറ്റ് ചോക്കോ ചിപ്സാണ് ടോപ്പിംഗ് ആയിട്ട് ഇട്ട് കൊടുത്തേക്കുന്നത്. ചെറിയും വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള പോലെ എന്താണെന്ന് വെച്ചാൽ ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ചക്കയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.